മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി ശ്വേതാ മേനോൻ. എപ്പോഴും നല്ല പുതുമയാർന്ന കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന ശ്വേതാ മേനോൻ ഇപ്പോൾ ഒരു ആരോഗ്യ സെന്ററിലാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇവോൾവ് വെൽനസ് എന്ന് പറയുന്ന കൊച്ചിയിലെ ഒരു ഫിസിയോതെറാപ്പി സെന്ററിലാണ് താരം ഇപ്പോൾ നിൽക്കുന്നത്. താരം അവിടെ അഡ്മിറ്റഡ് ആണ് എന്നും കുറച്ചധികം ദിവസങ്ങളായി തന്നെ താരം ഇവിടെ ചികിത്സയിലാണ് എന്നുമാണ് ശ്വേതാ മേനോൻ തന്നെ പറയുന്നത്. ശ്വേതാ മേനോൻ ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ ഒരു കാരണമുണ്ട്. അത്രമാത്രം ഫോൺ കോളുകളും മെസ്സേജുകളുമാണ് തനിക്ക് ലഭിക്കുന്നതെന്നാണ് ശ്വേതാ മേനോൻ തന്നെ പറയുന്നത്. ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും തനിക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ആ കൺസേണിനൊക്കെ ഞാൻ നന്ദി. ദൈവത്തിനോടും ഈ ലോകത്തിനോടും ഞാൻ നന്ദി. ഇത്രയും പേര് എന്നെ ശ്രദ്ധിക്കാനുണ്ടല്ലോ എന്ന കാര്യമാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ ചെറിയ വിശ്രമം ആവശ്യമാണ്. ചാടിത്തെറിച്ച് നടന്ന് ഞാനിപ്പോൾ ഒന്ന് കുറച്ച് ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം കുറച്ച് നാളുകളായി ഞാൻ യാത്രയിലായിരുന്നു. ആ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതിൽ എൻ്റെ വലത് ഷോൾഡർ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു. കുറച്ച് ചലഞ്ചിങ് ആയി മാറുകയാണ്. എനിക്കിപ്പോൾ നല്ല വേദനയുണ്ടായിരുന്നു, പിരിമുറുക്കവും ഉണ്ടായിരുന്നു. അതിൻ്റെ കഴുത്തിൻ്റെ താഴയിലേക്ക് മാറുകയാണ്. കഴുത്തിൻ്റെ താഴയിൽ നിന്ന് എൻ്റെ കൈയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇവിടുത്തെ കൊച്ചിയിലെ ഏറ്റവും നല്ല ഫിസിയോതെറാപ്പിസ്റ്റായ ജേക്കബിൻ്റെയും മഞ്ജുവിൻ്റെ അടുത്താണ് ഞാനുള്ളത്. മഞ്ജു സാറ കുര്യൻ എന്ന് പറയുന്ന അക്കൗണ്ടിനെയും ടാഗ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 ബെസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. ഇവരുടെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഉടൻ തന്നെ വേദനയൊക്കെ മാറി പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചെത്തും. ആരും എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ പൂർവാധികം ശക്തിയായി വന്ന് നിങ്ങളുടെ ഒപ്പം തന്നെ പരമ്പരകൾ ചെയ്യാനും സിനിമകൾ ചെയ്യാനും എത്തുമെന്നും ശ്വേത വാക്കു നൽകി. ഇപ്പോൾ സിനിമകളെക്കാൾ ഉപരി ശ്വേത ഇപ്പോൾ കൂടുതലും നിൽക്കുന്നത് ചില പരിപാടികളിലാണ്, ചില റിയാലിറ്റി ഷോകളിലാണ്. ജഡ്ജായും അവതാരകയായും ഒക്കെയാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേതാ മേനോൻ്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ എപ്പോഴും കാതോർത്തിരിക്കാറുണ്ട്. 50ാമത്തെ വയസ്സിൽ തിളങ്ങുന്ന ശ്വേതയ്ക്ക് ഇപ്പോൾ ചെറിയ ദേഹാസ്വസ്ഥ്യമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എല്ലാ ഷോകളും ഓടി നടന്ന് ചെയ്യുന്ന ഒരു തിരക്കിൽ തന്നെയായിരുന്നു. ഈ ഇടയ്ക്ക് പോലും അച്ഛനോടൊപ്പം പിറന്നാൾ കേക്ക് മുറിച്ച് നിന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനൊപ്പം വളർന്നു. മകളുടെ പിറന്നാൾ ആഘോഷമാക്കി ശ്വേതാ മേനോൻ നിൽക്കുന്ന ചിത്രങ്ങൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. മകളുടെ പേര് സബൈന എന്നാണ്. സബൈനയ്ക്കൊപ്പം ഭർത്താവ് ശ്രീവത്സന്റെ പിറന്നാൾ ആഘോഷമാക്കി ശ്വേതയുടെ വിശേഷങ്ങളായിരുന്നു അത് കഴിഞ്ഞ് വൈറലായത്. അച്ഛൻ്റെ ജന്മദിനത്തിന് കേക്ക് മുറിച്ച് കഴിക്കുന്ന സബൈനയുടെ ഒരു ചെറു ദൃശ്യം ശ്വേതാ മേനോൻ പങ്കുവച്ചതോടെ കുഞ്ഞിൻ്റെ ചിത്രങ്ങളും അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുത്തു. മകൾ അച്ഛനോടൊപ്പം വളർന്നുവെന്നും സബൈനയ്ക്കെല്ലാ അനുഗ്രഹങ്ങൾ നേരുന്നുവെന്നുമാണ് ഇവർ പറയുന്നത്. സബൈനയുടെ ജനനം സിനിമയിലൂടെയായിരുന്നുവെങ്കിലും പിന്നീട് മകളെ സിനിമയുടെ വെളിച്ചത്തിൽ നിന്നും ശ്വേത മാറ്റി നിർത്തി. കളിമൺ എന്ന സിനിമയിലൂടെയാണ് തൻ്റെ പ്രസവം ലൈവായി പ്രേക്ഷകരെ ശ്വേതാ മേനോൻ കാണിച്ചത്. ഇതിനുശേഷം കടുത്ത വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നാലെ സബൈനയുടെ വിശേഷങ്ങളൊന്നും പ്രേക്ഷകർ അറിയാതെയായി. ഇപ്പോൾ വളർന്നു കഴിയുമ്പോൾ മാത്രം സബൈനയുടെ ചിത്രങ്ങൾ കാണിക്കാമെന്ന നിലപാടിലാണ് ശ്വേതാജി എന്ന് തോന്നുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടാറുണ്ട്. എന്തു തന്നെയായാലും വേഗം അസുഖമെല്ലാം മാറി ഉടൻ തന്നെ മിടുക്കിയായി തിരിച്ചു വരട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.